ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നാടൻ രീതിയിലുള്ള പിടിയും കോഴിക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം എങ്ങനെ നാടൻ രീതി പിടി ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. അതിന് 10-20 അല്ലി വെളുത്തുള്ളിയും വേണം, 2 ടേബിൾ സ്പൂൺ ജീരകവും വേണം. അത് ശരിക്കും കല്ലയിലിട്ട് നൈസായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. പിന്നീടൊരു 3 കപ്പോളം ചിരകിയ തേങ്ങയും വേണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അരച്ചെടുത്തത് ഇതുപോലൊരു കലത്തിലോട്ട് നമുക്ക് എടുത്തിടാം. എന്നിട്ട് നമുക്കത് അടച്ച് വെക്കണം. അതിനുശേഷം തേങ്ങ നമുക്ക് ഈ ചീനിച്ചട്ടിയിലാണ് നമ്മൾ പിടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പിടിയിൽ ആ തേങ്ങയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണം. അതിൻ്റെ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് തേങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അത് ആവശ്യമുണ്ട്. പിന്നീട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയിലേക്ക് ആ തവിക്ക് 4 തവി വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ആ തേങ്ങയും അരിപ്പൊടിയും കൂടി ഇളക്കിയെടുക്കണം. തീ ഒന്നും വേണ്ട, തീ ഓഫ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ നമുക്ക് ഈ വെള്ളം ഒഴിച്ചൊന്ന് കുഴക്കണം. ഇനി തിളച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ച് 3 കപ്പ് കലത്തിലത് നന്നായിട്ട് തിളപ്പിച്ചു ഉപ്പൊക്കെ ഇട്ട്. ആ വെള്ളം അല്പാൽപമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കോഴിക്കോട്ടയുടെ മാവ് കുഴയ്ക്കുന്ന അതേ പാകത്തിന് നമുക്ക് നന്നായിട്ട് കുഴച്ച് എടുക്കണം. അതിനുശേഷം അതിനെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. പിന്നീട് ഇതുപോലെ ചെറിയ ബോൾസായി എല്ലാം നമ്മളെടുത്ത് ഉരുട്ടിയിടുന്നതിന് ശേഷം മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ആ ചീനിച്ചട്ടി എടുക്കുക. ചീനിച്ചട്ടിയിലേക്ക് ബാക്കി വന്ന വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നല്ല തിള വന്നതിന് ശേഷം ബോൾസ് എല്ലാം കൂടി ഇടുക. പിന്നീട് നമുക്ക് ആ ബോൾസിലേക്ക് ഈ സമയം ഇളക്കാൻ പാടില്ല കേട്ടോ. ബോൾസ് നന്നായിട്ട് തിളച്ച് ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു തവി കൊണ്ട് നമ്മൾ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി പച്ചവെള്ളത്തിലൊന്ന് കലക്കി വെക്കണം. നന്നായിട്ട് തിള വന്ന് ബോൾസ് എല്ലാം വെന്തതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും കുറുകി വന്ന് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറുകി വന്ന് പതുക്കെ തിള വന്നതിന് ശേഷം നമുക്ക് ചെറു തീയിലാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചെറു തീയിൽ പതുക്കെ ഒരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് അതിൻ്റെ ആ മണം എല്ലാം അതിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ കുറുകി വരും. അന്നേരം നമുക്ക് അടച്ച് വെച്ച് നമ്മുടെ പിടി റെഡിയായി. അങ്ങനെ ഞങ്ങൾ നല്ല പിടിയും നാടൻ രീതിയിലുള്ള പിടിയും കോഴിക്കറിയും കഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.